നമുക്കൊന്ന് മനസ്സ് തണുപ്പിക്കുകയും വയറിനെ ഒന്ന് ചൂടാക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയിലേക്ക് പോയാലോ? മലബാറിലേക്കാണ് നമ്മൾ പോകുന്നത്. മലബാറിലേക്കൊന്ന് പോയാൽ ബിരിയാണി ഒന്ന് കഴിക്കണം. ബിരിയാണി എന്ന് വെച്ചാൽ രുചിയേറിയ കൈമ അരിയുടെ ബിരിയാണി തന്നെ കഴിക്കണം. പക്ഷേ ഇപ്പോൾ കൈമയുടെ ബിരിയാണി കഴിച്ചാൽ പോക്കറ്റ് കീറും, ബജറ്റ് എല്ലാം താറുമാറാകും, കുടുംബ ബജറ്റ്. ഈ ബിരിയാണിക്ക് ഇപ്പോൾ ഇതെന്തു പറ്റി? ഇച്ചിറ ബിരിയാണി സെൻ്റർ ഇന്നിപ്പോൾ ബിരിയാണിയാണ്. ചേട്ടാ ഒരു ബിരിയാണി. പടച്ചോനെ ഇത്രയൊക്കെ പൈസയോ? എന്താ പത് കഥ? ഇനിയൊരു ബിരിയാണി കഴിക്കാൻ തോന്നുമ്പോൾ കയ്യിൽ കുറച്ച് കാശ് അധികം കരുതണം, അല്ലെങ്കിൽ ഇതാവും അവസ്ഥ. കഴിഞ്ഞ 3 മാസമായി കൈമ അരിയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു കയറുകയാണ്. ബിരിയാണി ഉണ്ടാക്കാൻ ഏറ്റവും മികച്ച അരിയാണ് കൈമ. മാസങ്ങൾക്ക് മുൻപ് 1 കിലോ കൈമ അരിക്ക് 125 മുതൽ 150 രൂപ വരെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ 1 കിലോ അരിക്ക് 200 രൂപയുടെ മുകളിലാണ് വില. ബംഗാളിൽ നിന്നാണ് കൈമ അരി കേരളത്തിലെത്തുന്നത്. എന്നാൽ അവിടെയുണ്ടായ കാലാവസ്ഥാ മാറ്റം നെൽകൃഷിയെ ബാധിച്ചതോടെയാണ് രാജ്യാന്തര വിപണിയിൽ കൈമ ബിരിയാണി അരിക്ക് ഡിമാൻഡ് കൂടിയിരിക്കുന്നത്. അരിയുടെ വില ഇനിയും വർദ്ധിച്ചാൽ വ്യാപാരികൾ പ്രതിസന്ധിയിലാകും. വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ശരിക്കും ഈ കൈമ അരിക്കുണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും വില കൂടുതലായി കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ഉപഭോക്താവിന് ശരിക്കും നല്ല പ്രയാസങ്ങളുണ്ട്. ഇത്രയധികം വില കൂടിയതിനെ കൊണ്ട് ആദ്യം കിലോ 140 രൂപയ്ക്ക് ഉണ്ടായ അരി ഇപ്പോൾ 2100 വരെ മാർക്കറ്റിൽ നിൽക്കണം. നല്ല ക്വാളിറ്റി അരികൾക്ക് അത് നല്ല അരികൾ വെച്ചാൽ റോസ് ബ്രാൻഡ് അരികളാണ്, ഫാത്തിമ ബ്രാൻഡ് അരികളാണ്. അങ്ങനെ 3-4 വെറൈറ്റികൾ ഏറ്റവും വില കൂടുതലാണ്. പൊതുവിൽ കുറവുള്ള വെറൈറ്റികളൊന്നും ഇല്ല കൈമയിൽ. മില്ലുകളിൽ സാധനങ്ങളില്ല. ഉൽപ്പാദനം വളരെ കുറവുകൊണ്ടാണ് ഇത്രയധികം വില വർധന ഉണ്ടാകാൻ കാരണം എന്നാണ് പറയുന്നവർ. മലബാർ മേഖലയിലെ ഹോട്ടലുകളിലും ഓൺലൈൻ ഭക്ഷണ സൈറ്റുകളിലും ഏറ്റവും അധികം വിറ്റുപോകുന്നത് കൈമ ബിരിയാണിയാണ്. കൈമ അരിയുടെ വില കൂടിയതോടെ ഹോട്ടലുകൾക്കും കേറ്ററിംഗ് മേഖലയിലുള്ളവർക്കും വില കൂട്ടുകയെന്നല്ലാതെ വേറെ വഴിയില്ലെന്നായി. മുതലാളിമാർക്ക് വളരെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ഈ വിലവർധന കാരണം. ഈ എങ്ങനെ അപ്പം കച്ചവടം ചെയ്യുക? അപ്പം ഞങ്ങൾ വേറെ മാർഗം സ്വീകരിക്കാനല്ലേ ഈ കൈമ അരി ഇട്ടിട്ട് നമുക്കിപ്പോൾ ചോറ് കൊടുക്കാൻ കഴിയാത്ത പ്രദേശത്തിലാണ് നമ്മൾ കൈമ അരി ഉപയോഗിക്കുന്നത്. അതും മുന്തിയ അരി ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ വെക്കുന്നത്. അൺലിമിറ്റഡ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ വെട്ടിച്ചുരുക്കി ഇപ്പോൾ വില കൂട്ടണം എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. അരിയുടെ ലഭ്യത കുറഞ്ഞതിൽ ബംഗാളിലെ കർഷകരും ഏറെ പ്രതിസന്ധിയിലാണ്. മഴ കാരണം വിത്തിറക്കാൻ സാധിക്കാത്തതും കയറ്റുമതി കൂടിയതും വൻകിട വ്യാപാരികൾ അരി ശേഖരിച്ചു വെച്ചതും കർഷകരെയും വലയ്ക്കുന്നു. ഇറക്കുമതി കുറവും വില വർധനവും കാരണം ഗുണനിലവാരം കുറഞ്ഞ അരി ഉപയോഗിച്ച് ബിരിയാണിയും നെയ്ച്ചോറും ഉണ്ടാക്കേണ്ട അവസ്ഥയുമുണ്ട്. വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണമെന്നാണ് ഹോട്ടൽ ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് മലയാളം, കോഴിക്കോട്.